എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? കത്തിക്കുത്തും കൊലപാതകവും മാത്രമേ ഉള്ളൂ ഈ കേരളത്തില്. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി, മക്കളുടെ ആറാട്ടും എല്ലാം തീർന്നിട്ട് ജനം ചിരിച്ച് തീർന്നില്ല. അതിനു മുന്നേ അടുത്ത ക്യാരക്ടേഴ്സിന്റെ എൻട്രി. ചെന്താമരയും ശംഖുമുഖം ദേവിദാസും. ഹേ അപരിചിത, ഇതിന്റെ മൂല കാരണം എന്താണെന്നറിയോ? എന്ത് കഴിച്ചിട്ട് എല്ലിനിടെ കയറുന്നായിരിക്കും. ചേനോനോ വൃത്തികേട് അതൊന്നുമല്ല. ഇതിന്റെ മൂല കാരണം അന്ധവിശ്വാസമാണ്, അന്ധവിശ്വാസം. കേസ് നമ്പർ 1, ചെന്താമര. ചെന്താമരയുടെ പ്രശ്നം എന്തായിരുന്നു? സ്വന്തം ഭാര്യ മക്കളും പിണങ്ങി പോയത് അയൽവാസിയായ ഒരു നീണ്ട മുടിയുള്ള പെൺകുട്ടി കാരണമാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഒരു ജ്യോതിഷൻ പറഞ്ഞെന്ന്. അല്ലാതെ സൈക്കോന്റെ സൈക്കോത്തരം സഹിക്കാൻ വയ്യാതെ അല്ല അല്ലേ? പിന്നല്ലാതെ. അതുകൊണ്ട് നഷ്ടം വന്നത് ആർക്കാ? ആ പെൺകുട്ടികൾക്ക്. അവർക്ക് ആരും ഇല്ലാതായില്ലേ? കഷ്ടം. കേസ് നമ്പർ 2, ശംഖുമുഖം ദേവിദാസൻ. അയാൾ ഏതോ തിരുവനന്തപുരത്ത് ഏതോ ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്. യഥാർത്ഥ പേരെന്തുവാ? പ്രദീപ്. ശംഖുമുഖത്ത് തെരുവിലൂടെ മുട്ട വിറ്റോണ്ട് നടന്നപ്പോ മുട്ടദാസൻ എന്നറിയപ്പെട്ടു. അവനാണോ പെട്ടെന്നൊരു സുപ്രഭാതത്തില് സന്യാസിയായത്? സാഡ്ലി യാ. ഇനി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ആ ഫാമിലി ഒരു ജ്യോതിഷന്റെ അഭയം തേടിക്കാണും. പക്ഷെ ഇവന്റെ ഉപദേശം കൊണ്ടാണോ ഈ ക്രൂരകൃത്യം ആ കുടുംബം നടത്തിയത് നമുക്ക് അറിയത്തില്ലല്ലോ. കപട സന്യാസിനെ തട്ടിട്ട് ഇവിടെ നടക്കാൻ വയ്യാണ്ടിരിക്കുകയാണ്. സത്യം. ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ സമാധി വെച്ച് ജനം ചിരിച്ചു തീർന്നിട്ടില്ല. സത്യം. അല്ല തൻ്റെ പേരെന്താ? ചരടക്ക്. ഇത് ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലാതെ അന്ധവിശ്വാസം ഒന്ന് പോടപ്പോ. താനെന്താ കുംഭമേള കഴിഞ്ഞ് വരുന്ന വഴിയോ? എന്റെ ആശ്രമം അപ്പുറത്താ. ഗ്ലാനിർഭവതി ഭാരത. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യവനാള് കൊള്ളാം. എന്താ പേര്?